ഒരിക്കൽ ഞാൻ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന് പറഞ്ഞ സിനിമയുടെ ലൊക്കേഷനിലേക്ക് എൻ്റെ മകനാണ് അതിലെ മറ്റേ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ കുട്ടിക്കാലല്ലേ, ഹരീഷ് പേരടി അഭിനയിച്ച റോളിൻ്റെ ഹരീഷ് പേരടിയുടെ കുട്ടിക്കാലം അഭിനയിച്ചത് എൻ്റെ മകനാണ്. അതേപോലെ തന്നെ മറ്റൊരു നടൻ്റെ കുട്ടിക്കാലം അഭിനയിച്ചത് നമ്മുടെ കുട്ടികളുടെ ഗ്രൂപ്പിൽ നിന്ന് ഞാൻ തന്നെ നിർദ്ദേശിച്ചൊരു കുട്ടിയാണ്. അപ്പോൾ ഈ എൻ്റെ മകനെ ലൊക്കേഷനിലേക്ക് ഞാൻ കൊണ്ട് ചെല്ലാണ്. തമിഴ്നാട്ടിലായിരുന്നു എൻ്റെ ലൊക്കേഷൻ. ആ ഭാഗത്തിൻ്റെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ചെല്ലുമ്പോൾ എൻ്റെ മകനായ മമ്മുകോയ ആ ഒരു കൊലപാതകം ആദ്യം തുടങ്ങുന്നത് അങ്ങനെയുള്ള സിനിമ കൊലപാതകം കാണുന്ന സ്വന്തം അച്ഛനെ കൊന്നിട്ടത് കാണുന്ന കുട്ടി. അപ്പോൾ കുട്ടിയുടെ കണ്ണിങ്ങനെ പൊത്തുന്നതാണ് സിനിമ തുടങ്ങുന്നത് അങ്ങനെയാണ്. പിന്നീട് എൻഡിൽ അവസാനിക്കുന്നത് സിനിമ അങ്ങനെയാണ്. ആ കണ്ണ് പൊത്തുന്നത് കളറായിട്ട് അവസാനിപ്പിക്കുന്നതാണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിന്ന് തുടങ്ങിയിട്ട്. അപ്പം ഞാൻ ഈ എൻ്റെ മകനെയും കൊണ്ട് ചെന്നപ്പോഴുണ്ട് അവിടെയുള്ള അസോസിയേറ്റ് ഡയറക്ടർ മുതൽ ക്യാമറയുടെ അസോസിയേറ്റ് അങ്ങനെ വിവിധ മേഖലയിലുള്ള പ്രവർത്തിയെടുക്കുന്ന ആളുകളൊക്കെ എൻ്റെ അടുത്തേക്ക് വരികയാണ്. മാഷെ ഇന്ന ക്യാമ്പിൽ ഞാൻ ഉണ്ടായിരുന്നു കേട്ടോ മാഷ ക്ലാസ്സിൽ. ഇങ്ങനെയുള്ളൊരു സൗഹൃദം വന്നപ്പോൾ അവിടെ ഞാൻ അവരറിയില്ലെങ്കിലും അവർ പലപ്പോഴും പലയിടങ്ങളിലൊക്കെ ആയിട്ട് അവർ കുട്ടിയായിരിക്കുമ്പോൾ എൻ്റെ പല ക്ലാസ്സുകളിലും ക്യാമ്പുകളിലൊക്കെ ഇരുന്നിട്ടുള്ള ആളുകൾ നിരവധി അതിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ തൃശ്ശൂരിൽ നിന്നുണ്ടായിരുന്നു നമ്മുടെ ശിവപ്രസാദ് ഇല്ലേ, പ്രസാദ് നമ്മുടെ തിയേറ്റർ ഗ്രൂപ്പിൽ അഭിനയിച്ചു പോയിരുന്ന ആളാണല്ലോ. ശിവപ്രസാദ് ഇപ്പോൾ അവസാനം ചെയ്ത സിനിമയുണ്ടല്ലോ മരണമാസ് പഴത്തിൻ്റെ നേന്ത്രപ്പഴത്തിൻ്റെ മരണമാസ് എഴുതിയിട്ടുള്ള മരണമാസ്. അപ്പോൾ മരണമാസിൽ ആ ശിവപ്രസാദ് അടക്കം അതിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിരുന്നു. അപ്പം അങ്ങനെ നല്ലൊരു ഗ്രൂപ്പ് അവിടെ വന്നപ്പോൾ മകനെ അഭിനയിപ്പിക്കാനായിട്ട് കൊണ്ടുപോയതാണ്. അപ്പോൾ ഇവർ പക്ഷേ ഇതിലൊരു റോളുണ്ട്, അത് മാഷ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരു പാർട്ടി ഓഫീസിലെ ഒരു സഖാവ് അപ്പം ഞാനതിൽ അഭിനയിച്ചിട്ടുണ്ട്. അതങ്ങനെ വന്നു പോയതാണ്. അപ്പോൾ അത് പിന്നെ അത് ക്ലിപ്പിങ്സായിട്ട് ആ പടം പാർട്ടിയിൽ നിന്ന് ഇങ്ങനെ അറിയുന്ന ഒരു ഒത്തുതീർപ്പിൻ്റെ ഒരാളൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനെ വീർപ്പിക്കാതെ ഒരു സമാധാനകാംക്ഷിയായിട്ടുള്ളൊരു സഖാവായിട്ടാണ് ഞാൻ അതിലൊരു ചെറിയ 1-2 ഡയലോഗുള്ളൊരു ഭാഗമാണ് അതിൽ അഭിനയിച്ചിട്ടുള്ളത്.